ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഇത്ര വർഷം കൂടെ ഇന്നസെന്റ് ഏട്ടനും ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇനി അടുത്തത് നമുക്ക് നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കണം. അത്രേ ഉള്ളൂ. ബാബുച്ചേട്ടൻ മാറുമ്പോഴേ എനിക്കറിയാം നിങ്ങൾ ദുഃഖത്തിലാണ്. സിദ്ദീഖൊക്കെ വീട്ടിൽ വിഷമത്തിലാണ്. അന്ന് വന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, ഒരു വലിയ സന്തോഷം കാണാൻ നമുക്ക്. എനിക്കറിയാം വിഷമത്തിലാണെന്ന് അറിയാവുന്നുണ്ട് ഞാൻ അടുത്ത് വരാത്തത്. സിദ്ദീഖ വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സിദ്ദീഖയുടെ മോൻ മരിച്ചത്. അത് സിദ്ദീഖയുടെ ചേട്ടനാണ്. കാര്യങ്ങളിലേക്ക് പോകാം നമുക്ക്. ഇവിടെ ഒരു തിരക്കുണ്ട്. ഡോക്ടർ ഹണി റോസ് വരുന്നുണ്ട്. ഹണി റോസിൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കണം. നമ്മുടെ ഹണി റോസ് റെഡും ആണെന്ന്. ഒരു മിനിറ്റ് വന്നേ, നമുക്കത് ഇവിടെ ഒന്ന് കയറിയിട്ട് വേണം. ഒരു മിനിറ്റ് കയറിയിട്ട് വേണം. ഹണി റോസ് പോരെ, റെഡും ആണെന്ന് ഹണി റോസ്. ഇത് ഭയങ്കര കോസ്റ്റ്യൂമല്ലോ ഹണി റോസ് എന്ന്. റെഡും പൊളിച്ചടക്കിയൊക്കെല്ലോ. ഞാൻ വിചാരിച്ചത് ഒരു ഡാർക്ക് പീച്ച് ആണെന്നാണ്. പിന്നെ ചേട്ടൻ റെഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംഭവിച്ചു. എനിക്ക് ഭയങ്കര ഇതായി. എപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്? മഴ ഉണ്ടായിരുന്നു? ഞാൻ മറൈൻ ഡ്രൈവിൽ നിന്നാണ് വന്നേ. അപ്പോൾ മഴ അത്യാവശ്യമുണ്ട്. അപ്പം അമ്മ സംഘടന തറവാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ഫീൽ എന്താണ്? എപ്പോഴും സന്തോഷമാണ്. എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് ടൈം വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീണ്ടും എല്ലാവരെയും ഇങ്ങനെ ഒരു കുടക്കീഴിൽ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാ ആളുകളെയും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യം. എനിക്ക് തോന്നുന്നു അമ്മ താരസംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഹണി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം എക്സിക്യൂട്ടീവ് മെമ്പറായി, ഒരു തവണ എക്സിക്യൂട്ടീവ് മെമ്പറായി നിന്നാണ്. അപ്പം ആ പ്രവർത്തനമൊക്കെ, അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയാം. ഇനി പുതിയ സംഘടനയിലെ ഭാരവാഹികൾ പറയാം, അവരോട് ഒരു ഉപദേശം എന്നല്ല രീതിക്കല്ല ഞാൻ പറയുന്നത്. ഹണിയൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് ഞാൻ എന്ത് ചെയ്തു എനിക്ക് തന്നെ അറിയില്ല. വെറുതെ പണി മേടിച്ച് തരാനായിട്ട്. ഇല്ല, അവർക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. ഏറ്റവും നല്ല ആളുകൾ തന്നെ ആ സ്ഥാനത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും വിന്നേഴ്സ് ആകാൻ പോകുന്ന എല്ലാവർക്കും ഇപ്പം തന്നെ വിഷസ് പറയും. ഓക്കെ ഹണി, നമുക്ക് ഇടയ്ക്ക് കാണണം, ഇടയ്ക്ക് വന്നം കേട്ടോ. എൻ്റെ നാട്ടുകാരെയും നിങ്ങൾ വിളിച്ചുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് വരാമല്ലോ അല്ലേ? നമുക്ക് ഇടയ്ക്ക് കാണുകയും ചെയ്യണം. ഹണി, എല്ലാവിധ ആശംസകളും. പുതിയ സിനിമകളും പ്രൊജക്റ്റും. റേച്ചൽ സൂപ്പർ ഹിറ്റാണ്, അത് പറയണമല്ലോ. റേച്ചൽ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആയിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നല്ലൊരു മൂവി ആയിരിക്കും. ചേട്ടൻ എന്തായാലും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾ എല്ലാവരും കാണണം. ഓക്കെ, ഇടയ്ക്ക് ഞാൻ വരും. ഓക്കെ, അപ്പം ഹണി റോസാണ് ഇപ്പം ഇവിടെ എത്തിയത്, പ്രഷറെ കണ്ടത്. നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ല, ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിസ്റ്റുകൾ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്ന് കയറുന്നു. നമ്മൾ അവിടുന്ന് സ്വിച്ചിങ് ഉണ്ട്, ലൈവ് സ്വിച്ചിങ് ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആളുകൾ എത്തുന്നു. ഇതൊക്കെ ഗംഭീരമായിട്ട് തന്നെ പോകുന്ന സംഭവങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഒരു ആങ്കറിങ് പോർഷൻ മാത്രം ഒന്ന് ബ്രേക്ക് വരുന്നു. ബാക്കി സ്വിച്ച് ചെയ്ത് പോവാം. ഓക്കെയാണോ ശ്രീജിത്ത്? നിങ്ങളാരെങ്കിലും ഒന്ന് ആളിലേക്ക് ഇത് ഈ ക്യാമറ ഒരു മിനിറ്റ്, അവർ കുറച്ച് പേര് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡിയല്ലേ? ഇന്ന് നമ്മളുള്ളത് 30th അമ്മയുടെ 30th ജനറൽ ആനുവൽ ബോഡി മീറ്റിങ്ങിലാണ്. അപ്പം ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ്. 10ാമത്തെ ഇലക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചുറ്റും ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അവരിൽ നമുക്ക് ഷാജാൻ ചേട്ടൻ അവരും ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് ഉള്ളിലൊരു ഫീലിംഗ്? ജയിക്കും എന്നുള്ള ഫീലിംഗ് ആണ്. ഉറപ്പാണ്.
പിന്നെ തീർച്ചയായിട്ടും കോൺഫിഡൻസ് പിന്നെ ഹാപ്പിനെസ് എല്ലാവരും കണ്ടതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. ഒപ്പം ഒരു 25 വർഷമായിട്ട് പല തസ്തികകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടവേള ബാബുചേട്ടൻ നെക്സ്റ്റ് കമ്മിറ്റി മുതലില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സംഘടനയ്ക്ക് മുന്നോട്ട് പോയില്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ജയിച്ച് വന്നാൽ, നമ്മൾ ജയിക്കുമെന്നൊക്കെ നമ്മൾ വിശ്വാസമുണ്ട്, ജയിച്ച് വന്നാൽ അതിനൊപ്പം നിന്ന് സംഘടനയ്ക്ക് വേണ്ടി എന്താണ് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. വരും. അതെ അതെ. അല്ല, ഇവർ ആരാണെന്നുണ്ടെങ്കിലും അമ്മയെ കുറേ നാളുകളായിട്ട് അറിയാവുന്നവരാണ് 3 പേരും. സിദ്ദിഖാണെന്നുണ്ടെങ്കിലും കുക്കുവാണെന്നുണ്ടെങ്കിലും മറ്റേ ആളാണെന്നുണ്ടെങ്കിലും ഒക്കെ 3 പേർക്കും, ഉണ്ണി ശിവപാലാണെന്നുണ്ടെങ്കിലും ഒക്കെ 3 പേർക്കും അമ്മ എന്ന സംഘടന അറിയാവുന്നവരാണ്. പിന്നെ അവരുടെ പ്രവർത്തന ശൈലി അവർ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ജയിച്ചു വന്നാൽ ഞാനും സുരാജും കൂടെ നിന്നിട്ട് ഈ അമ്മയെ ഞങ്ങളൊരു വളരെ സന്തോഷം. നമ്മൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.